കരുണയുടെ അവസാന മണിക്കൂർ, പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. എൻ്റെ അടുക്കിലേക്ക് വരിക, ദിവ്യകാരുണ്യത്തിൽ എന്നെ സ്വീകരിക്കുക. എന്നാൽ അതിനു മുൻപായി നിങ്ങളുടെ അയൽക്കാരനോട് രമ്യതപ്പെട്ടുകൊള്ളുക, മറ്റൊരാളെയും വിധിക്കാതിരിക്കുക. ഭൂമി പ്രകമ്പനം കൊള്ളുന്നത് പോലെ തന്നെ എൻ്റെ സഭയും പ്രകമ്പനം കൊള്ളുന്നു. കുർബാനയിൽ സംഭവിക്കുന്ന സത്താഭേദം, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന അത്ഭുതത്തിൽ വിശ്വാസമില്ലാത്തവർ ദിവ്യകാരുണ്യത്തിലെ എൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സ്വീകരിക്കുന്നതിൽ നിന്ന് എൻ്റെ മക്കളെ അവർ തടയുകയും ചെയ്യുന്നു. എൻ്റെ എത്രയോ മക്കൾ നേരായ രീതിയിലല്ല എന്നെ സ്വീകരിക്കുന്നത്. വായിൽ കിടക്കുന്ന ചൂയിങ്ങമായിട്ടാണ്, വെറ്റിലയുടെയും അടക്കിയിലെയും പുകയിലെയുമായിട്ടൊക്കെയാണ് അവർ എന്നെ കൂട്ടിക്കുഴയ്ക്കുന്നത്. എന്നിട്ട് അവർ തുപ്പുമ്പോൾ യാതൊരു പരിഗണനയുമില്ലാതെ എന്നെയും പുറത്തേക്ക് തുപ്പിക്കളയുന്നു. ദയവ് ചെയ്ത് എന്നെ യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കുക. നന്നായി ഒരുങ്ങി വേണം അത് ചെയ്യാൻ. എന്നെ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും എന്നെ വേദനിപ്പിക്കാനോ നിന്ദിക്കാനോ ഇടയാക്കരുത്. എൻ്റെ ശരീരവും രക്തവും, അതായത് യഥാർത്ഥ സാന്നിധ്യം, കുർബാന സ്വീകരണ സമയത്ത് മാത്രമല്ല, അതിനുശേഷവും സന്നിഹിതമാണ്. അതിലൂടെ ഞാൻ നിങ്ങളെ ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പരിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് എൻ്റെ ശിഷ്യന്മാരിലൂടെ ഞാൻ പഠിപ്പിച്ച തരത്തിൽ യുഗാന്ത്യത്തോളം അത് അർപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ജനം എൻ്റെ നാവിൽ തന്നെ സ്വീകരിക്കണമെന്നും എന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനമേ, നിങ്ങൾ എത്രയോ പേർ ദിവ്യകാരുണ്യത്തെ അനാദരിക്കുന്നു. എത്രയോ പേർ എൻ്റെ ശരീരത്തെയും വ്യക്തിത്വത്തെയും ദുഷിക്കുന്നു. എത്രയോ പേർ എന്നെ സ്വീകരിക്കുകയും എന്നാൽ അതേസമയം ദിവ്യകാരുണ്യത്തിലുള്ള സജീവ സാന്നിധ്യത്തെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ എന്നെ വണങ്ങാനും എന്നെ സ്നേഹിക്കാനുമായിട്ടാണ് എൻ്റെ ജനത്തെ ഞാൻ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ചില വൈദികർ എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്താഭേദത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചില വൈദികരാകട്ടെ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കണ്ടിട്ടും അതിൽ വിശ്വസിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ കുദാശവേളയിൽ അവരെന്നെ ഉയർത്തിയതിനു ശേഷം ഒരു ശ്രദ്ധയോ പരിഗണനയില്ലാതെ എന്നെ താഴെ അൾത്താരയിൽ കിടത്തുന്നു. എൻ്റെ ശരീരവും രക്തവും ആദരവോടെ എന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഓർക്കുക, എന്നെ നാവിൽ തന്നെ സ്വീകരിക്കുക. ഒരിക്കലും എന്നെ കയ്യിൽ സ്വീകരിക്കരുത്. എന്നെ സ്വീകരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൈകൾ നിങ്ങൾ അലക്ഷ്യമായി താഴേക്കിടുന്നു. അപ്പോൾ ആ കയ്യിൽ പറ്റിപ്പിടിച്ചിരുന്ന പ്രണതമായ എൻ്റെ ശരീരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ നിലത്തി വീഴാൻ നിങ്ങൾ അനുവദിക്കുന്നു. എൻ്റെ ശരീരത്തെ നിങ്ങൾ നിലത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കൈ അയോഗ്യമായത് കൊണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടോ അല്ല. പിന്നെയോ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടും എൻ്റെ പരിശുദ്ധ ശരീരത്തിൻ്റെ ഓരോ ചെറുകണികളെയും വില നിങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടുമാണ്. മക്കളെ, എൻ്റെ ശരീരം രക്തം കൊണ്ട് നിങ്ങൾ തന്നെ പോഷിപ്പിക്കുക. ദിവ്യകാരുണ്യത്തെ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്കായി നൽകുന്നുവല്ലോ. ചിലർ എൻ്റെ ശരീരം രക്തം സ്വീകരിക്കുമ്പോഴും അവരുടെ മനസ്സാക്ഷിയിൽ അവർക്കറിയാം അവരുടെ നോട്ടം, ചെവികൾ, കണ്ണുകൾ ഒന്നും വിശുദ്ധമല്ലെന്ന്. എന്നിട്ടും അവർ എന്നെ സ്വീകരിക്കുന്നു. സ്വന്തം സഹോദരനോട് സഹോദരിയോടോ നല്ല ബന്ധത്തില്ലാത്തവർ ആരും എൻ്റെ മേശയ്ക്ക് മുമ്പിൽ വരുന്നത് ഞാൻ സന്തോഷിക്കുന്നില്ല. എന്നെ സമീപിക്കുന്ന മുമ്പ് അവർ സഹോദരങ്ങളുമായി രമ്യപ്പെടുക തന്നെ വേണം. എൻ്റെ ആലയത്തിൽ എന്നെ സന്ദർശിക്കാൻ വരുന്നവരുടെയും വരപ്രസാദ വരസയിൽ എന്നെ സ്വീകരിക്കുന്നവരുടെയും ആത്മാക്കളിലേക്ക് ഞാൻ സത്യമായും ആകർഷനാകുന്നു. ഐക്യത്തിന് വേണ്ടി പോരാടുകയും തങ്ങളുടെ സഹോദരങ്ങളെ നിർമ്മല സ്നേഹത്തോട് സ്നേഹിക്കുകയും ചെയ്യുന്ന എളിയ ആത്മാക്കളിലേക്ക് ഞാൻ ആകർഷനാകുന്നു. സക്രാരികൾ അശുദ്ധമാക്കപ്പെടുന്നത് എൻ്റെ പ്രിയമക്കളെ, എൻ്റെ സക്രാരികളിൽ ഞാൻ കൂടുതൽ ഒറ്റപ്പെട്ടവനായി എനിക്ക് അനുഭവപ്പെടുന്നു. അവിടെ നിന്ന് സന്ദർശിക്കുന്നവരുടെ എണ്ണം തോലോ തുച്ഛം. വരുന്നവർ തന്നെയാണ് വീണ്ടും വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം വിട പറയാനായിരിക്കുന്നു. എൻ്റെ സക്രാരി അശുദ്ധമാക്കപ്പെടുകയും മ്ലേച്ഛത പ്രത്യക്ഷപ്പെടുകയും എന്നെ അവഹേളിക്കുകയും എൻ്റെ ആലയങ്ങളിൽ നിന്ന് പുറത്താക്കുകയും വിനാശവും മ്ലേച്ഛതയും ഹേതുവായി അനുദിനത്തിലാക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ആഗതമാക്കുമ്പോൾ, ഓ പാപം നിറഞ്ഞ മാനവകുലമേ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആശ്വാസം നൽകാനായി എൻ്റെ സക്രാരികളിൽ എന്നെ കണ്ടെത്താൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. നന്ദിഹീനരും പാപത്തിൽ മുഴുകിയവരുമായ മനുഷ്യകുലമേ, നിരാശ നിങ്ങളെ കീഴ്പ്പെടുത്തും. അന്ധകാരത്തിൻ്റെ രാജാവ് നിങ്ങളുടെ ആത്മാക്കളെ മോഷ്ടിക്കുകയും ചെയ്യും. വിവാഹമെന്ന കൂതാശയുള്ള അവഹേളനം. എൻ്റെ ജനമേ, എൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് വരെ മാത്രമേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയുള്ളൂ. വിവാഹത്തിനും ജീവനുമെതിരെയുള്ള പാപങ്ങൾക്ക് അസംഖ്യമാണ്. സാത്താൻ അവൻ്റെ യുദ്ധം നയിക്കുന്നു. നിങ്ങളിൽ അനേകർ അവൻ്റെ ചതിപ്രയോഗങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു. ഞാൻ പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു, എന്നോടൊപ്പം ഒന്നായി തീരേണ്ടവരാണ് അവർ ഇരുവരും. എന്നാൽ ഇന്ന് അനേകം വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു. അനേകർ എൻ്റെ വഴിയിലല്ല, തങ്ങളുടെ സ്വന്തം വഴിയിൽ ജീവിക്കുന്നു. പ്രമാണങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വഴികൾ എനിക്ക് സ്വീകാര്യമല്ല. ചുറ്റും നോക്കുക, എത്രയോ പേരാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണുക. അവർ തങ്ങളുടെ സ്വാർത്ഥ മോഹങ്ങളുടെ പൂരണത്തിനായി
തങ്ങളുടെ പങ്കാളികളെയും ആത്മാക്കളെയും അപകടത്തിലാക്കുന്നു. പലരും പറയുന്നത് അവർ പരസ്പരം അത്രയും സ്നേഹിക്കുന്നതിനാൽ ഒരുമിച്ച് ചേരുന്നത് വിവാഹം കഴിയുന്നവരെ കാത്തിരിക്കാൻ അവർ കഴിയുകയില്ലെന്നാണ്. എന്നാൽ എൻ്റെ ജനമേ, നിങ്ങൾ സത്യമായും ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി ആത്മാവിനോട് കരുതലുണ്ടാവുകയും വിവാഹം കഴിയുന്നവരെ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇവ രണ്ടുമാണ് മഹാപാപങ്ങൾ. നിഷ്കളങ്കരായ എൻ്റെ അനേക കുഞ്ഞുമക്കളെയും കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ, ഉണരുക. നിങ്ങളുടെ ആത്മാവ് എവിടെയാണ് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എത്ര പിശാചിന സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കുരിശിൻ്റെ വഴി മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ഓർക്കുക. എൻ്റെ ജനമേ, ധാർമ്മിക കാര്യങ്ങളിലുള്ള നിങ്ങളുടെ അലംഭാവം എൻ്റെ മുറിവുകളിൽ കൂടി അതിശക്തമായ രക്തമൊഴുകുന്നതിന് കാരണമാകുന്നു. പുരുഷൻ സ്ത്രീയിലേക്കും സ്ത്രീ പുരുഷനിലേക്കും എന്ന എൻ്റെ പദ്ധതിയെ നിർത്തുന്ന നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് പ്രതികരണമല്ല. പുരുഷൻ സ്ത്രീയിലേക്കും സ്ത്രീ പുരുഷനിലേക്കും എന്ന എൻ്റെ പദ്ധതിയെ തിരുത്തുന്ന നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് പ്രീതികരമല്ല. നിങ്ങൾ ജീവനോട് എൻ്റെ പദ്ധതിയോട് തുറയുള്ളവരായിരിക്കുക. പുരുഷൻ പുരുഷന് വേണ്ടിയോ സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയോ അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിവാഹത്തിലൂടെയുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും സംഗമമാണ് യഥാർത്ഥത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾ വിവാഹത്തിൽ ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ മരണം വരെ വിശ്വസ്തരായിരിക്കാം എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് എന്ന് അറിയുക. നിങ്ങളുടെ ജീവിത രീതികൾ തന്നെയാണ് പിശാചിനെ നിങ്ങൾ പ്രലോഭിപ്പിക്കാൻ അവസരം നൽകുന്നത്. എൻ്റെ അടുത്തേക്ക് തിരിച്ചറിയാതെ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തെ രീതി തങ്ങളുടെ ജീവിതങ്ങൾ അപകടത്തിലാക്കുന്നു എന്ന് എൻ്റെ എത്രയോ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ ജനത്തിൽ അനേകർ വിവാഹേതര ബന്ധങ്ങൾ ജീവിക്കുകയും ഞാൻ നൽകുന്ന ജീവനെ തിരസ്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയജനമേ, ഉണരുക. നിങ്ങൾ വലിയ പ്രലോഭനങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത്. സമയമെടുക്കുന്തോറും സ്വയം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ കൂടുതൽ വിഷമകരമായി തീരും. ഈ വാക്കുകളോട് അലംഭാവം കാണിക്കാതിരിക്കുക. കാരണം ഞാൻ ഇനിയും അധിക നാൾ ഈ സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുകയില്ല. ചുറ്റും നോക്കുമ്പോൾ എൻ്റെ അനേക കുഞ്ഞുമക്കൾ മാരകപാപത്തിൽ വീണു പോകുന്നത് നിങ്ങൾ കാണാൻ കഴിയും. വിവാഹത്തിന് പുറത്ത് തങ്ങളുടെ ശരീരങ്ങളെ മറ്റൊരാൾക്ക് സമർപ്പിക്കാനുള്ള തങ്ങളുടെ സന്നദ്ധ മാരകഭാവമാണെന്ന് അനേകം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രമാണങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ സമയം മാറ്റിവെക്കണം. വിവാഹത്തിലുണ്ടാകുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക ബന്ധത്തിന് പകരം സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും ചേരാമെന്ന് കരുതി സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹബന്ധം തകർക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ളവർ എന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ അപകടത്തിലാക്കുകയും നശിപ്പിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ശാസ്ത്രത്തിൻ്റെ വഴികൾ പിന്തുടരുന്നതുകൊണ്ടാണ് അനേകം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക ബന്ധത്തിൻ്റെ പവിത്രതയെ നിഷേധിക്കുകയും തകർക്കുകയും ചെയ്യുന്നത്. അനേകർ തങ്ങളുടെ ശരീരങ്ങൾ വിൽക്കുകയും ആത്മാക്കളെ അപകടത്തിലാക്കുകയും അബോർഷനിലൂടെ എന്നെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുമക്കളെ അബോർഷനിലൂടെ നശിപ്പിക്കാൻ ന്യായീകരണം കണ്ടെത്തുന്ന ഒരു ലോകം, വിവാഹത്തിൻ്റെ മൂല്യം കുറച്ച് കാണിക്കാൻ ന്യായീകരണം കണ്ടെത്തുന്ന ഒരു ലോകം എൻ്റെ പദ്ധതിയല്ല, പിന്നെയോ പിശാചിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങിയ ഒരു ലോകം. ഓർക്കുക, നീതിയുടെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. അപകടത്തിലായിരിക്കുന്ന വിവാഹബന്ധങ്ങളെ ഓർത്ത് ഞാൻ അനുദിനം വിലപിക്കുന്നു. എന്നാൽ സ്നേഹം അസ്തമിച്ചിരിക്കുന്നു. പങ്കാളികൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബഹുമാനമോ കരുതലോ ആദരവോ കാണാനില്ല. പങ്കാളിയെ സ്നേഹിക്കുന്നതിൻ്റെ ആലയമായി ആരും കാണുന്നില്ല. അനുസരണക്കേടിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സഹനം, അറിവിലും വിജ്ഞാനത്തിലും ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ ഫലമായി മനുഷ്യന് ഇപ്പോൾ ആകാശത്തിലെ പക്ഷിയെ പോലെ പറക്കാനും ആഴങ്ങളിലേക്ക് മീനിനെ പോലെ ആഴ്ന്നിറങ്ങാനും കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ കാണുക. പ്രിയപ്പെട്ട മക്കളെ, ആത്മീയമായി ഉണർവുള്ളവരായിരിക്കുക. നല്ല കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ആത്മീയമായി സ്വയം സംരക്ഷിക്കുക. സഹോദരങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. എല്ലായ്പ്പോഴും നന്മ ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മാനസാന്തരത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അനുസരിക്കാൻ താല്പര്യപ്പെട്ടില്ല. അവരെൻ്റെ ആഹ്വാനങ്ങൾ അവഗണിക്കുന്നു, എന്നെ ഉദ്ദേശിക്കാൻ തുടരുകയും ചെയ്യുന്നു. ഈ അനുസരണക്കേട് മനുഷ്യകുലത്തിന് കുറച്ചുകൂടി സഹനം കൊണ്ടുവരുന്നു. രോഗം നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരമാവധി മനുഷ്യരെ ബാധിക്കുന്ന വിധത്തിൽ വ്യാപിക്കും. ആ രോഗം വളരെ വേഗം പടർന്നു പിടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വിമാനയാത്രയും എല്ലാവിധത്തിലുള്ള പൊതുഗതാഗത സംവിധാനം നിർത്തിവെക്കപ്പെടേണ്ടി വരും. മാരകപാപം പാപമേ അല്ലാതായിരിക്കുന്നു. ഇതാ ലോകത്തിൽ പാപമില്ലാതായിരിക്കുന്നു. മാരകപാപങ്ങൾ പോലും പാപമെല്ലാം ചിത്രീകരിക്കപ്പെടുന്നു. തിരികെ പോയി 10 പ്രമാണങ്ങൾ പഠിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അവ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രമാണങ്ങൾ ലംഘിക്കുകയും പാപം ചെയ്യുകയും തുടരുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ ക്രോധത്തിന് വിധേയരാകേണ്ടി വരും. ഞാനിത് പറയുന്നതിന് കാരണം കൊലപാതകവും അബോർഷനും സ്വർഗ വിവാഹങ്ങളും വ്യാജദൈവവുമായി ബന്ധപ്പെട്ട വിഗ്രഹാരാധനയും പോലെയുള്ള
പാപങ്ങളെ രാഷ്ട്രനിയമം അനുവദിക്കുന്നതെന്നാണ്. നിങ്ങളുടെ രാജ്യം കൊലപാതകത്തെയും അബോർഷനെയും അനുവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ രാജ്യം ദൈവത്തിൻ്റെ കരം കൊണ്ട് ശിക്ഷിക്കപ്പെടും. മറ്റൊരു മതവും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ അത്ര ഭീകരമായ ക്രിസ്തീയത എതിർക്കപ്പെടും. എൻ്റെ അനുയായികൾ പീഡിപ്പിക്കുന്നത് പോലെ വേറെ ഒരു മതങ്ങളും പീഡിപ്പിക്കപ്പെടില്ല. എന്നാൽ തങ്ങളെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സഹനത്തിലൂടെ കടന്നു പോകണം. നിങ്ങൾ സത്യത്തിൽ എൻ്റെ അനുയായികളാണെങ്കിൽ നിങ്ങൾക്ക് ആ പീഡനത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. എന്തെന്നാൽ എൻ്റെ അസ്തിത്വം അംഗീകരിക്കാതെ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുകയില്ല. നിങ്ങൾ എത്ര തന്നെ നിഷേധിക്കാൻ ശ്രമിച്ചാലും സത്യത്തെ മാറ്റാൻ സാധ്യമല്ല. ഇന്ത്യയിലെ പീഡനം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ വരാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച് പറയട്ടെ. ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ നാമത്തെ പ്രതിയും അവിടുത്തെ ക്രിസ്ത്യാനിയുടെ വിശ്വാസ പ്രതിയുമായിരുന്നു. കുറച്ചു കാലത്തേക്ക് ആ പീഡന പരമ്പര ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവനും സഭയിലും ആ പീഡനം പൂർവാധികം ഹിംസാത്മകമായി പുനരാരംഭിച്ചിരിക്കുന്നു. കാണ്ടമാലിലെ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഇത് കേൾക്കുക. 400 മനുഷ്യർ കൊല്ലപ്പെടുകയും 1000 പരിക്കേൽക്കുകയും 300 ദേവാലയങ്ങളും 6000 വീടുകൾ നശിപ്പിക്കപ്പെടുകയും 50,000 പേർ നാടുവിട്ട് ഓടിപ്പോകേണ്ടി വരികയും അനേകർക്ക് സമീപത്തുള്ള വനങ്ങൾ ഒഴിച്ചിരിക്കേണ്ടി വരികയും ചെയ്ത ഒരു മഹാപീഡനമായിരുന്നു അതെന്ന് ഞാൻ പറയട്ടെ. കാട്ടിൽ ഒഴിച്ചിരിക്കുന്നവരിൽ അനേകർ വിശപ്പ് കൊണ്ടും പാമ്പ് കടിയേറ്റ് കൊല്ലപ്പെട്ടു. ആ പീഡനത്തിന്റെ പിറകിൽ 23 കൊലപാതകങ്ങളുണ്ടായിരുന്നു. അവർ മനുഷ്യനെ വീടുകളെയും പള്ളികളെയും എല്ലാം തീ വെച്ച് നശിപ്പിച്ചു. എന്നാൽ ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നോടും ദൈവത്തോടും സഭയോടും തന്നെയുള്ള എരിയുന്ന സ്നേഹത്താൽ മനുഷ്യനെ നിറച്ചിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു. ഇന്ത്യയിൽ എൻ്റെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു. എന്നാൽ അത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ ഈ രക്തസാക്ഷി തുടർന്നുകൊണ്ടേയിരിക്കും. അവർ ക്രൈസ്തവ ദേവാലയങ്ങളെയും വൈദികരെയും എൻ്റെ നാമം വഹിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെയും തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കും. അവർക്ക് പ്രതിരോധം തീർക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. സഭയിൽ നുഴഞ്ഞുകരെ കാക്കകൾക്കും നായ്ക്കൾക്കുമെതിരെ ഒരു പ്രതിരോധം അതിൽ അവർ ഉയർത്തിയില്ല. നിങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കുക. എൻ്റെ ജനമേ, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭയപ്പെടുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നത്? അവ ഒരു നല്ല ആത്മാവിൽ നിന്നോ അതോ ദുഷ്ടാരൂപിൽ നിന്നോ വരുന്നവയാണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങൾ നന്മയായിട്ടുള്ളതെല്ലാം നൽകുകയും ചെയ്ത ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. അവിടുത്തെ എല്ലാ ആത്മീയ മുകളിൽ ആരാധിക്കാൻ നിങ്ങളുടെ യുക്തി നിങ്ങളോട് പറയുന്നുണ്ട്. സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കാനും ദൈവത്തെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. എന്നാൽ മനുഷ്യന് വേണ്ടിയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് അവൻ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. അതിനപ്പുറത്തേക്കുള്ളത് അവൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. മാനസാന്തരത്തിനുള്ള ആഹ്വാനം. പാപത്തിൽ മുഴുകിയ മനുഷ്യവംശമേ മാനസാന്തരപ്പെടുക, ഉടൻ തന്നെ മാനസാന്തരപ്പെടുക. എൻ്റെ നാളുകൾ അവസാനിക്കാറായിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങളുടെ ആത്മീയ അലസതയിൽ നിന്ന് ഉണരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സഹനം എനിക്ക് സന്തോഷം തരണമെന്ന് ഓർക്കുക. നാളെ ജീവിതം ആസ്വദിക്കാനായി നിങ്ങൾ ഇന്ന് ഹൃദയപൂർവ്വം അനുസരിക്കാൻ മാനസാന്തരപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദിഹീനരായ സന്തതികളെ വന്ന് എന്നെ സന്ദർശിക്കുക. എൻ്റെ സക്രാരികളിൽ നിന്ന് അകന്നു മാറി പോകാതിരിക്കുക. എന്നോടൊപ്പമായിരിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. പകർച്ചവ്യാധികളോടുള്ള രോഗാണുക്കളുടെ ഈ പേര് പറഞ്ഞ് എൻ്റെ സക്രാരികൾ അടച്ചിടുമ്പോൾ എൻ്റെ ശത്രുവിൻ്റെ സൃഷ്ടികളുടെ അന്ധകാരത്തിൻ്റെ സന്ധികൾ എൻ്റെ ഭവനങ്ങൾ നശിപ്പിക്കുകയും സക്രാരികളെ സ്വന്തമാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് തന്നെ ആനിയുടെ പ്രവേശനം ഉപയോഗിച്ചപ്പെടും. നന്ദിഹീനരായ മക്കളെ, ഞാൻ ഇനി ഏറെക്കാലം നിങ്ങളോട് കൂടി ഉണ്ടാവുകയില്ല. എന്നാൽ എൻ്റെ വിശ്വസ്തർക്ക് എൻ്റെ അമ്മയിൽ എന്നെ കാണാൻ കഴിയും. വിനാശത്തെ നാളുകളിൽ ഞാൻ വസിക്കുന്ന സക്രാരി അവളായിരിക്കും. പാപം നിറഞ്ഞ മനുഷ്യകുലമേ, പാപക്ഷമയുടെയും കരുണയും ജലാശയത്തിൽ നിങ്ങൾ തന്നെ സ്നാനം ചെയ്യുവാൻ തിരക്കിട്ടുക. കഴിയുന്നത്ര വേഗത്തിൽ എൻ്റെ പുരോഹിതരിൽ ഒരാളെ കണ്ടുപിടിക്കുകയും ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ടിയുള്ള കുമ്പസാരം നടത്തുകയും ചെയ്യുക. എത്ര തവണ സാധിക്കുമോ അത്രയും തവണ എൻ്റെ ശരീരം രക്തം കൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കുക. ആത്മീയ യുദ്ധം. എൻ്റെ സ്നേഹം എന്നത് ഒരേ സമയം കരുണയും നീതിയുമാണ്. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യം പ്രവേശിക്കുന്നതെന്ന് ഇക്കാര്യം അറിഞ്ഞിരിക്കണം. എൻ്റെ മക്കളെ, സാഹചര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു. മാനവരാശിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് അർഹതപ്പെടാത്തവ പിടിച്ചെടുക്കാനായി ഭീകരവാദം പ്രയോഗിക്കപ്പെടുന്നു. അതിൻ്റെ മക്കളെ വികാരവിക്ഷുബ്ധരാക്കുകയും പരസ്പരം പോരാടിക്കുന്നതിൽ നയിക്കുകയും ചെയ്യുന്നു. എൻ്റെ മക്കൾ കലാപത്തിലേക്ക് നയിക്കപ്പെടുകയും അതുകൊണ്ട് സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ പിന്നാഴ്ത്തുകയും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തികളിലും കർമ്മങ്ങളിലും പാപത്തെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക.
വൈറസ് മുതലുള്ള രോഗങ്ങൾ അതിവേഗം വ്യാപിക്കുകയാണ്. ഓരോ തവണയും രോഗം കൂടുതൽ ശക്തി ആർജിക്കുന്നു. ഭൂമിയുമായുള്ള സൂര്യന്റെ നില ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലാണ്. അഗ്നിബാധകൾ കൂടുതൽ വ്യാപകമാകും. അതിന്റെ ഫലമായി എൻ്റെ മക്കൾ നശിക്കും. മുന്നറിയിപ്പില്ലാതെ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യരാശി അത്ഭുതപ്പെടുത്തും. അജ്ഞാത രോഗമായതിനാൽ അവർ അത്യന്തം അപകടകരമായി ചെയ്യും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ആത്മാവിൽ വളരുകയും തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. അതേസമയം തന്നെ അവരിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ സഹനങ്ങൾ നേരിടുന്നതിൽ തങ്ങളുടെ സഹോദരന്മാരെ ഭ്രാതൃസ്നേഹത്തോടെ സഹായിക്കുകയും വേണം. എതിർ ക്രിസ്തുവിൻ്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ദുഷ്ടതയെ അതിജീവിക്കാനായി നിങ്ങൾക്ക് ആത്മീയമായ ഒരുക്കമുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതില്ലാതെ മനുഷ്യകുലത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. മാനവരാശി പ്രവചനങ്ങളുടെ പൂർത്തീകരണ വേളയിൽ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകണം. ചിലരെല്ലാം കാണുന്നു, എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനം നിർഭാഗ്യവശാൽ ഇന്നത്തെ ഈ ലോകത്തിൽ ജ്ഞാനം ഒരു അപൂർവ വസ്തുവായി മാറിയിരിക്കുന്നു. മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയിൽ കൂടുതലായി ആശ്രയിക്കുകയും അവയെക്കുറിച്ച് കൂടുതലായി അറിവ് നേടുകയും ചെയ്യുമ്പോൾ വഞ്ചനയുടെ പാളികൾക്കുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നവ കാണാൻ നിങ്ങൾ കഴിയാതെ പോകും. ആ വഞ്ചന ലോകം മുഴുവനെ ആവരണം ചെയ്യും. എന്നാൽ എല്ലാ സുഖവും എല്ലാ പ്രവൃത്തിയും എല്ലാ വാക്കും ദൈവത്തിൽ നിന്നല്ലാതെ വരുന്നു. എല്ലാ വാക്കും ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ദൈവജനത്തെ അർപ്പമുള്ള എന്ത് അറിവും മറ്റുള്ളവർക്ക് ഭീകരമായ വേദനയ്ക്കും കാരണമായേക്കാം. എന്നാൽ അറിവ് വിവേകത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതുവഴി എൻ്റെ മക്കൾ സഹായിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. ലോകത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, നമ്മെക്കുറിച്ച് തന്നെയാണ് അറിവും അതോടൊപ്പം വേണം. പുതിയ ഏകലോക മതത്തിൽ പാപത്തെക്കുറിച്ചൊരു പരാമർശമുണ്ടാകില്ല. അപ്പോൾ ദൈവവചനം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ നിയമവിരുദ്ധമായി പരിഗണിക്കപ്പെടും. ദൈവം ശമിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യകുലം ആശ്ലേഷിക്കുമ്പോൾ ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ദാനമായി ജ്ഞാനം അവശേഷിക്കില്ല. എൻ്റെ കുരിശുമരണത്തിന് ശേഷം ഇന്ന് വരെ ഒരിക്കൽ പോലും ഇത്രയധികം എതിർപ്പ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടില്ല. ഈ എതിർപ്പ് ഉത്ഭവിക്കുന്നതാകട്ടെ ദൈവജനത്തോടുള്ള അവഹേളനത്തിൽ നിന്നാണ്. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരോടുള്ള തൻ്റെ കരുണയാൽ അവരുടെ ആത്മാക്കളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന തൻ്റെ ശത്രുക്കളെ ദൈവം നശിപ്പിക്കും. എൻ്റെ സമയം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എത്ര വേഗത്തിലാണ് വിശ്വാസതയില്ലാത്ത ആത്മാക്കൾ എൻ്റെ ശത്രുവിൻ്റെ പ്രവൃത്തികളും അവൻ്റെ കൗശലപൂർവ്വമായ കുടിലമാർഗങ്ങൾ സ്വീകരിക്കുന്നതും എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രത്യാശ കൈവിടുകയോ നിരാശരാവുകയോ അരുത്. എൻ്റെ സമയം വരിക തന്നെ ചെയ്യും. ദുഷ്ടനെതിരായ പ്രാർത്ഥനയ്ക്കുള്ള ശക്തി. കുഞ്ഞുമക്കളെ, എൻ്റെ പ്രതിയോഗിയുടെ അന്തിമ ഭരണത്തിൻ്റെ കാലയളവിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസവും പരിഹാര പ്രവർത്തനങ്ങളും ഊർജിതമാക്കണം. കാരണം അപ്പോൾ നിങ്ങളുടെ മേലുള്ള പൈശാചിക അക്രമങ്ങൾ വർദ്ധിക്കും. ഇത് സാത്താന്റെ അവസാന ഭരണകാലമാണെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് നരകം ഭൂമിയിലേക്ക് വരും. എല്ലാ തരത്തിലുമുള്ള പിശാചുകൾ നിങ്ങളെ ലോകത്ത് കഴിയുന്നത്ര ആത്മാക്കൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ജഡികേഴ്ചയുടെ പിശാചുകൾ മനുഷ്യവും എടുക്കുകയും ജഡികേഴ്ചയെ തങ്ങളുടെ കാമപൂർണാർത്ഥം തേടുന്ന സ്ത്രീ പുരുഷന്മാരെ വശീകരിക്കുകയും ചെയ്യും. അതായിരിക്കും അവരുടെ പതനത്തിന് കാരണം. എൻ്റെ മക്കളെ, എൻ്റെ ശത്രുവിനെ നിങ്ങളെയും നിങ്ങളുടെ ബലഹീനതകളെയും നന്നായി അറിയാം എന്ന കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പരിഹാര പ്രവർത്തികൾ കൊണ്ടും കുമ്പസാരം കൊണ്ടും നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ തുടക്കം കൂട്ടുക. അന്തിമവിധിയെക്കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് ഭോഷന്മാരെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാനായി ഓടുക. എൻ്റെ മുന്നറിയിപ്പിൻ്റെ ദിനം കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരുക്കമില്ലാത്ത ദശലക്ഷക്കണക്കിന് ആത്മാക്കൾ തങ്ങൾ എത്തിയതിലേക്ക് പ്രയാണത്തിൽ നഷ്ടപ്പെട്ടവരായി തീരും. നിങ്ങൾ തന്നെ ആത്മീയമായി ഒരുക്കുക. അപ്പോൾ മുന്നറിയിപ്പ് നിങ്ങളെ ഭീതിപ്പെടുത്തുകയല്ല ചെയ്യുക, പിന്നെയോ നിങ്ങളുടെ ആത്മാക്കളെ സൽപ്രവൃത്തികൾ കൊണ്ട് പിന്തുണയ്ക്കുകയും അങ്ങനെ അന്തിമവിധി നിങ്ങൾക്ക് ഭീകരമായ പേടി സ്വപ്നമാകാതെ മഹാസന്തോഷത്തിന്റെ അവസരമായി മാറുകയും ചെയ്യും. പാപത്തിൽ മുഴുകിയ മനുഷ്യവംശമേ, സമയം അതിക്രമിച്ചിരിക്കുന്നു. മുന്നറിയിപ്പ് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീയ അലസതയിൽ നിന്ന് ഉണരുക. കാരണം നിങ്ങൾ പാപത്തിലും മന്ദോഷ്ണതയിലും തന്നെ തുടരുകയാണെങ്കിൽ നിത്യതയിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് നരകത്തിലെ ചുട്ടുപഴുത്ത അഗ്നി മാത്രമായിരിക്കും. ഈ മുന്നറിയിപ്പിനെ അവഗണിക്കപ്പെടാതിരിക്കുക. കാരണം എന്നെയും എൻ്റെ പിതാവിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ്. പാപത്തിൽ മുഴുകിയ മനുഷ്യകുലമേ, ഇത് നിങ്ങൾക്ക് തന്നെ അവസാന ആഹ്വാനമാണ്. ഞാൻ നിങ്ങളെ സ്വതന്ത്ര മനസ്സിൽ മാനിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മരണം ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദൈവവചന ശക്തി. നിങ്ങൾ ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു കാര്യം വഞ്ചനയാക്കപ്പെട്ടു പോകാതിരിക്കാനായി ദൈവത്തിൻ്റെ വചനം അറിയുക എന്നതാണ്. സത്യം വചനത്തിലാണുള്ളത്. വചനം തന്നെയാണ് സത്യം. വ്യാജമായൊരു വാക്കും വചനമായിരിക്കില്ല. അവ നാശം വിധിക്കുന്ന അസത്യത്തിൻ്റെ വാക്കുകളാണ്.
അസത്യമാൻ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഈ വാക്കുകളാണ് മനുഷ്യർക്ക് ആകർഷകമായി തോന്നുന്നത്. അത് തന്നെ അവർ സത്യത്തിൽ പിന്തുണപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ വചനം പ്രകാശമാകുന്നു, എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എടുത്തുപയോഗിക്കാനുള്ളതുമല്ല. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സുവിശേഷം അറിയിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്നും എന്താണ് പഠിപ്പിച്ചതെന്നും അറിയുക. എൻ്റെ സ്നേഹവും എൻ്റെ വാക്കുകളും മാറ്റമില്ലാത്തവയാണെന്ന് അറിയുക. എനിക്ക് മാറ്റമില്ല. എൻ്റെ സ്നേഹവും അചഞ്ചലമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയുമാണ്. മനുഷ്യ സംശയങ്ങൾക്ക് പരിഹാരം ഉച്ചരിക്കപ്പെട്ടതും എഴുതപ്പെട്ടതുമായ വചനമാണ്. വചനം അറിയില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി എന്നെ അറിയാൻ കഴിയുക? എൻ്റെ വചനത്തിൽ കൂടിയാണ് ഞാൻ പ്രബോധനം നൽകുന്നത്. എൻ്റെ വചനത്തിൽ കൂടിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ എന്തായിരിക്കുന്നതോ അത് വചനത്തിലൂടെയാണ്. എൻ്റെ വചനത്തിൻ്റെ മക്കളെ അനേകം നഷ്ടപ്പെട്ടു പോവുകയോ മാർഗനിർദ്ദേശം ആവശ്യമായിരിക്കുകയോ അവസ്ഥയായിരിക്കുകയോ ചെയ്യുന്നതിനാൽ നിങ്ങളുടെ സഹോദരങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുക. ആത്മാവ് നയിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവരെ നയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ വസിക്കുകയും നിങ്ങൾ അനേകം രക്ഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപം എടുത്തു മാറ്റുക. എന്നാൽ നിങ്ങൾ ഒരിക്കലും രണ്ട് ദൈവങ്ങളുണ്ടാകാൻ സാധ്യമല്ല. നിങ്ങൾ എന്നെ പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിക്കണം. പ്രിയമക്കളെ, പാപം ചെയ്യരുത്. ഏറ്റവും ചെറിയ പാപം പോലും നിങ്ങളിൽ നിന്ന് അകറ്റും. പാപത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കുക. നിങ്ങൾ കൂടുതൽ പാപം ചെയ്യുന്തോറും സത്യത്തിന് നേരെ നിങ്ങളുടെ കണ്ണുകൾ അന്ധമാകാൻ കൂടുതൽ എളുപ്പമാകും. ഓരോ കുഞ്ഞു പാപവും ക്രമേണ വലുതാവുകയും അവസാനം അത് നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ നിന്ന് വിദൂരത്താണ്. അപ്പോൾ നിങ്ങൾ കാണും, സ്വാധീനശക്തിയുടെ മനുഷ്യരുടെ അകൃത്യങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയം എത്രയോ ദുഃഖപൂർണവും ഭാരപ്പെട്ടുമിരിക്കുന്നു. അവരിൽ അനേകർ മൃഗത്തിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. മാനസാന്തരപ്പെടാനോ സത്യത്തിലേക്ക് തിരിച്ചറിയാനോ അവർക്ക് ആഗ്രഹമില്ല.